ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു അടിപൊളി ഗീ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എണ്ണയോ ബട്ടറോ ഒന്നും ഉപയോഗിക്കാതെ നെയ്യ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ട് ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1.25 കപ്പ് മൈദ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 250 ml മെഷറിംഗ് കപ്പിന് 1.25 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ കേക്കിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടിയിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കാം. ഈ മൈദയിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും അതുപോലെ ഈ മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പൊക്കെ കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ നമുക്കിതിങ്ങനെ അരിച്ചെടുക്കാം. ഇപ്പോൾ മൈദ നമ്മൾ ഒരു 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് കേക്ക് ടിന്നല്ല, അതിന് പകരമായിട്ട് ഇതുപോലൊരു പ്രഷർ കുക്കറാണ്. അപ്പോൾ ആദ്യം ഈ കുക്കറൊന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി കഴിഞ്ഞാൽ അടിയിൽ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ കുക്കറിൻ്റെ അടിഭാഗത്തും സൈഡിലും നെയ്യ് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെയും ഇതുപോലെ കുറച്ച് നെയ്യ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുക്കറിൽ ആദ്യം നെയ്യ് നന്നായിട്ട് ബ്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് കുക്കറിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും നന്നായിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് എക്സസ് ആയിട്ട് വരുന്ന മൈദ തട്ടിക്കളഞ്ഞിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ള കുക്കറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ എടുക്കാം, അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഇതൊരു നെയ്യ് വെച്ചിട്ടുണ്ടാക്കുന്ന കേക്കാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള നെയ്യാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ കേക്കിനായിട്ട് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചൂടുള്ളതും തണുപ്പുള്ളതുമായിട്ടുള്ള ഒന്നും തന്നെ നമ്മൾ ഇതിനായിട്ട് എടുക്കരുത്. അപ്പോൾ നമുക്ക് കേക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിനുശേഷം നമുക്കിതിലേക്ക് കേക്കിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ മധുരത്തിൻ്റെ അളവൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് എടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര എടുക്കാം. ഇനി ഈ നെയ്യും പഞ്ചസാരയും കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പം നമ്മളിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണല്ലോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ നന്നായിട്ട് അടിച്ചെടുക്കേണ്ടി വരും. അപ്പോഴാണ് പഞ്ചസാരയും നെയ്യും നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കത് അടിച്ചെടുക്കാൻ പറ്റുക. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട എടുക്കുമ്പോഴും അത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് നോക്കണം. ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്നതിന് 1-2 മണിക്കൂർ മുൻപായിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഈ മുട്ട ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കി വരുന്ന മുട്ടയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് കുറയാനും കേക്കിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വാനില എസൻസിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും ഈ ഒരു രീതിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് മിക്സി ചിലപ്പോൾ ചൂടാവുന്ന പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടൊന്ന് ആറിയതിന് ശേഷം മാത്രം വീണ്ടും അടിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും അടിച്ചെടുക്കണം എന്നില്ല. പാല് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മളിത് ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കാനും പാടില്ല. ഓവറായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് കേക്ക് ഹാർഡായി പോവുക. അപ്പോൾ അതിലെ കട്ടകളൊക്കെ ഒന്നും ഇല്ലാത്ത രീതിയിൽ മാത്രം നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ബാക്കി വരുന്ന മൈദയുടെ മിക്സും ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം.
മൊത്തത്തിൽ നമുക്ക് ഈ മൈദ 2-3 ബാച്ചസ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഈ ഒരു ബാറ്റർ ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണുള്ളത്. അപ്പോൾ കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി. ഇനി ഇത് നമുക്ക് നേരത്തെ ബേക്ക് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ബാറ്ററിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുകയല്ല ചെയ്യണത്. ആദ്യം ഇതുപോലെ ഒരു പഴയ ദോശപ്പാനോ എന്തെങ്കിലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുക്കുക. അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ കുക്കർ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പിന് മേലെയുള്ള ആ വെയിറ്റ് മാറ്റി വെച്ചതിന് ശേഷം കുക്കർ നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 45 മുതൽ 50 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ബേക്കിംഗ് ടൈമിന് നമ്മുടെ ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കേക്ക് ബേക്കായി കഴിഞ്ഞാൽ കുക്കറിൻ്റെ ഈ ഒരു നോസിൽ വഴി ആവി വരാനായിട്ട് തുടങ്ങും. അതുപോലെ കേക്കിൻ്റെ നല്ലൊരു സ്മെല്ലും വന്നു തുടങ്ങും. അപ്പോൾ മാത്രം കുക്കർ തുറന്നു നോക്കുക. അതിന് മുൻപായിട്ട് തുറക്കരുത്. തുറന്നു കഴിഞ്ഞാൽ കേക്കിൻ്റെ മേൽഭാഗം പൊങ്ങി വരാതെ അത് താഴ്ന്നു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം കേക്കിൻ്റെ ഉൾഭാഗം കുക്കായിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ കേക്കിൻ്റെ മേൽഭാഗം ഒരുപാട് അങ്ങോട്ട് കളറൊന്നും മാറില്ല. നമ്മളിത് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുത്താണല്ലോ. അപ്പോൾ ഈ ഒരു കളറിൽ തന്നെയാണ് ഇത് കിട്ടുക. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഈ കുക്കറിന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതൊന്ന് തണുത്ത് വന്നാൽ ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി വെച്ച് കൊടുത്താൽ തന്നെ കുക്കറിൽ നിന്ന് കേക്ക് ഈസി ആയിട്ട് വിട്ട് കിട്ടും. ഇതിൻ്റെ അടിഭാഗം ഒരുപാട് അങ്ങോട്ട് കളർ മാറിയിട്ടൊന്നുമില്ല. നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലൊരു ടെക്സ്ചറിലാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എപ്പോഴും നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം കഴിക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണല്ലോ. അപ്പോൾ ഈ ഒരു ഗീ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്